വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഇപ്പം എല്ലാ തവണത്തെ പോലെ നമ്മൾ ഇന്നും നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് 2025 ഏറ്റവും നല്ല ബെസ്റ്റ് പേയ്മെന്റ് ഗേറ്റ് വേ നിങ്ങൾക്ക് GCC കൺട്രീസ് എന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് പേയ്മെന്റ് ട്രാൻസ്ഫേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പേയ്മെന്റ് ഗേറ്റ് വേ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫ്രീലാൻസർ ആണ്, അല്ലെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്ന ആളാണ്, അതുപോലെ തന്നെ ഒത്തിരി വർക്ക്സ് പുറത്തുള്ളതൊക്കെ നിങ്ങൾ നാട്ടിലിരുന്ന് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ തന്നെ നിങ്ങൾ പുറത്ത് ബിസിനസ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് ഓൾറെഡി റൺ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ഫ്രീലാൻസേഴ്സിനെ വെച്ച് നിങ്ങൾ കുറച്ച് വർക്ക്സ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ചാർജസ് ഒന്നും വരാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ്വേസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പിന്നെ ഒത്തിരി ആഗ്രഹിക്കുന്നില്ല, നമുക്ക് നേരെ ഏതൊക്കെയാണ് ആ പേയ്മെന്റ് ഗേറ്റ്വേസ് എന്നുള്ളത് നോക്കാം. ഗൈസ്, അപ്പൊ ഒന്നാമത്തെ പേയ്മെന്റ് മെത്തേഡ് അല്ലെങ്കിൽ പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേപാൽ ആണ്. പേപാൽ ആക്ച്വലി എല്ലാ GCC കൺട്രീസിലും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പെട്ടെന്ന് ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും GCC കൺട്രീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ളത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അതും കൂടി ആഡ് ചെയ്യാം. ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ, UAE, അതുപോലെ സൗദി അറേബ്യ, ഇതൊക്കെയാണ് GCC കൺട്രീസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് തിരിച്ച് പേപാലിലേക്ക് തന്നെ വരാം. പേപാൽ ആക്ച്വലി ഭയങ്കര വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ GCC കൺട്രീസിലും അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു പേയ്മെന്റ് ഗേറ്റ്വേ തന്നെയാണ്. നിങ്ങൾ ഒരു ഫ്രീലാൻസർ ആണ്, ഒരു സ്മോൾ ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്, ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ പേപാൽ ആക്ച്വലി നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് സ്യൂട്ടഡ് പേയ്മെന്റ് ഗേറ്റ്വേ തന്നെയാണ്. ഇത് എല്ലാത്തിലും നല്ല ഈസി ആയിട്ട് വർക്ക് ചെയ്യും ഈ എല്ലാ കേസിലും. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ലൊരു വെൽ പോപ്പുലർ ആയിരിക്കുന്നതുകൊണ്ടും എല്ലാ GCC കൺട്രീസിൽ അക്സെപ്റ്റബിൾ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ക്വയറീസ്, സൊല്യൂഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഭയങ്കര സിമ്പിൾ ആണ് സെറ്റപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് ആദ്യമേ ചെയ്യുമ്പോൾ കുറച്ച് പാട് തോന്നുമെങ്കിലും പിന്നീട് നമുക്ക് അതിന് വൺസ് യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ഭയങ്കര ഈസി ആണല്ലോ. നാളെ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ആളുകൾക്ക് വേണ്ടി പേപാലൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതൊരു ബേർഡൻ ആയിട്ട് തോന്നില്ല, കാരണം നിങ്ങൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നല്ല ബയർ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സ്ട്രോങ് ബയർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് പേപാൽ എന്ന് പറയുന്നത്. നെഗറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഹൈ കറൻസി കൺവേർഷൻ ഇതിനകത്തുണ്ട്. ഒരു ചാർജസ് ലൈക്ക് അവരൊരു 4% ഒക്കെ അടുത്ത് അവർ മേടിക്കും വിഡ്രോവൽ ഫീസ് എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രയും പോപ്പുലർ ആയിരിക്കുന്ന പ്ലാറ്റ്ഫോം കൊണ്ട് തന്നെ അവരുടെ ചാർജസും കൂടുതലായിരിക്കുമല്ലോ ഒബ്വിയസ്ലി. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഭയങ്കര ട്രസ്റ്റബിൾ ആണ്. നിങ്ങൾക്ക് പൈസ ഒരു വിഷയമല്ല, സേഫും സെക്യൂറും ആയിട്ടും നിങ്ങൾക്ക് അയക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പേപാൽ വുഡ് ബി എ ഗ്രേറ്റ് ചോയ്സ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് ഓട്ടോ വിഡ്രോവൽ സിസ്റ്റം ആണുള്ളത്. അപ്പോൾ ഒരു 24 hours തന്നെ നിങ്ങൾക്ക് ഓട്ടോ വിഡ്രോവൽ ആയിട്ട് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഈ പൈസ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. ഇനി രണ്ടാമത് വരുന്നത് എന്ന് പറയുന്നത് വൈസ് ആണ്. ഇത് നേരത്തെ അറിയപ്പെട്ടിരുന്നത് ട്രാൻസ്ഫർ വൈസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ വൈസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വൈസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഫ്രീലാൻസർ ആണ്, അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ട്രാൻസ്ഫേഴ്സ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈസ് എന്ന് പറയുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇതിന് ആക്ച്വലി ഉള്ളൊരു ഗ്രേറ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇത് എല്ലാ കൺട്രീസും, നമ്മൾ പറഞ്ഞ GCC എല്ലാ കൺട്രീസും ഇത് ബാങ്ക് ട്രാൻസ്ഫർ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഒരു കൺട്രീസിന് വ്യത്യാസമില്ല, എല്ലാ കൺട്രീസിനും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരു അടുത്ത പോസിറ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഫീസ് നമ്മൾ പേപ്പാലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇതിന് ഫീസ് ചാർജസ് ഒക്കെ കുറവാണ്, മിഡ് മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ്സ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഫുൾ ട്രാൻസ്പാരൻസി ഉണ്ട്. നമുക്ക് ടു ഇസഡ് കാര്യങ്ങൾ ഇതിനകത്തെല്ലാം കംപ്ലീറ്റ് നമുക്ക് അറിയാനായിട്ട് തന്നെ പറ്റും. പിന്നെ നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൊമേഴ്ഷ്യൽ ചെക്ക് ഔട്ടിനായിട്ട് ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം അല്ല, ബിക്കോസ് ഇതിനൊരു പേയ്മെന്റ് ബട്ടൺ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇ-കൊമേഴ്സ് ഇതിന് അത്ര പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. പിന്നെ വരുന്നത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ മാക്സിമം ഒരു 24 hours വരെയൊക്കെ എടുക്കുള്ളൂ. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഞാൻ പറയാൻ പറ്റും ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു സാലറി ഒരു ഫ്രീലാൻസറിന് ഒക്കെ കൊടുക്കുവാണ്, അല്ലെങ്കിൽ നാട്ടിലെ കൊണ്ട് ആരെങ്കിലും ഒക്കെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വൈസ് നല്ലൊരു വൈസ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ചൂസ് ചെയ്യാനായിട്ട്, അവർക്ക് അയച്ചു കൊടുക്കാനായിട്ടൊക്കെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് വലിയ പണിയൊന്നും ഇല്ലാതെ നമുക്ക് അവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ അയച്ചു കൊടുക്കാൻ പറ്റും. വലിയ റേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കും അത് ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. മൂന്നാമത്തെ പേയ്മെന്റ് മെത്തേഡ് ഗേറ്റ്വേ അല്ലെങ്കിൽ പേയ്മെന്റ് ഗേറ്റ്വേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പറയുന്നത് റൈസർ പേ ആണ്. ഇതും നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ബിക്കോസ് ഇതൊരു ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് റൈസർ പേ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ബിസിനസിന് ഇന്റർനാഷണൽ പേയ്മെന്റ്സ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. സോ ഇത് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിസ, മാസ്റ്റർ കാർഡ്, MX, GCC കൺട്രീസിലുള്ള ഈ കാർഡുകളെല്ലാം ഇത് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിന്റെ അടുത്തൊരു വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ ബിസിനസിന് വേണ്ടി തന്നെ സെറ്റപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറെ കൂടി ഈസി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഫെയർ ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. സെറ്റിൽമെന്റ്സ് സീംലെസ് ആയിട്ടുള്ള സെറ്റിൽമെന്റ്സ് അല്ലെങ്കിൽ ഈസി സെറ്റിൽമെന്റ്സ് ഒക്കെ ഇതിനകത്ത് ഭയങ്കര നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും സംഭവങ്ങളല്ല ഇതിനകത്ത്. പിന്നെ ഒരു നെഗറ്റീവ് ആയിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ ബിസിനസ് രജിസ്ട്രേഷൻ വേണം. റൈസർ പേയിൽ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് ആവശ്യമാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ടു NRI അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും. പിന്നെ INR ആയിട്ട് തന്നെ നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ്, ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു കൺസൾട്ടിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റൈസർ പേ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ
ഞാൻ പറയുകയാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പല പ്ലാറ്റ്ഫോംസിലും നിങ്ങൾ നോക്കുമ്പോഴേക്കും പേപ്പാലിനെക്കാളും കൂടുതൽ നിങ്ങൾ റേസർ പേ ഒക്കെ നമ്മുടെ ഇന്ത്യൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റേസർ പേ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഇവിടുത്തെ സിഇഒസ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആളുകളൊക്കെ സംസാരിക്കുമ്പോഴും അവർ കൂടുതൽ മെൻഷൻ ചെയ്ത് നമ്മൾ കേൾക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് റേസർ പേ ആയിരിക്കും. കുറച്ച് ഈസിയാണ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇന്ത്യൻ കമ്പനി തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റർ ആണ്. പേപ്പാൽ നല്ല ഇതിന്റെ അർത്ഥം, ബിക്കോസ് അത് കുറച്ചും കൂടി ഇന്റർനാഷണൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി വൈസും ചാർജസും ഒക്കെ നമുക്ക് ഇന്ത്യക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയേക്കാം. നാലാമത്തെ എന്ന് പറയുന്നത് ഇൻസ്റ്റാമോജോ ആണ്. ഇതും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണ്, ഒരു സോളോപ്രണർ ആണ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ്, ഒരു ഓണ്ടർപ്രണർ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ മൈക്രോ ബിസിനസ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാമോജോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് ആക്ച്വലി ഇന്റർനാഷണൽ കാർഡ് പേയ്മെന്റ്സ്, ചില GCC കൺട്രീസിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ പോലും ഇന്റർനാഷണൽ പേയ്മെന്റ്സ് ഒക്കെ ഇത് സ്മൂത്ത് ആയിട്ട് തന്നെ എനേബിൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈസി സെറ്റപ്പ് ആണ്. നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഇതിനകത്തെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. പിന്നെ ഡിജിറ്റൽ സ്റ്റോർ ആയിട്ടുള്ള ഇന്റഗ്രേഷൻസ് ഒക്കെ ഫാസ്റ്റർ ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് കൺട്രീസിൽ മാത്രമാണ് അതിന്റെ സപ്പോർട്ട് ഉള്ളത്. അപ്പൊ അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ പോസിറ്റീവ്സ് മാത്രമല്ല നമ്മൾ നെഗറ്റീവ്സും കൺസിഡർ ചെയ്യും ഒരു പ്ലാറ്റ്ഫോമിന് നമ്മൾ എടുക്കുമ്പോഴേക്കും, എന്ത് പ്രൊഡക്റ്റും സർവീസും ആയിക്കോട്ടെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ലിമിറ്റഡ് റെസ്ട്രിക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതൊരു നെഗറ്റീവായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യവുമില്ല. പിന്നെ വരുന്നത് ലോവർ ട്രാൻസാക്ഷൻ ലിമിറ്റ്സ് ആണ്. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് അപ്പുറത്തേക്കൊന്നും നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് അയക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒത്തിരി വലിയ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടി ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനായിട്ട് വരും. പിന്നെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഒക്കെ സെല് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ, ഫ്രീലാൻസിങ് അതുപോലെ തന്നെ കൺസൾട്ടിങ് സർവീസസ് ഒക്കെ കൊടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാമോജോ നിങ്ങൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് റേസർ പേ ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കുന്ന സ്ട്രൈപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് ആക്ച്വലി ഒരു പാർട്ണർഷിപ്സിന്റെ ബേസിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രൈപ്പ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ബിസിനസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈപ്പ് ഡെഫിനറ്റ്ലി നിങ്ങൾ കേട്ടേക്കുന്ന ഒരു പേരായിരിക്കും. ഇത് ടെക് സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ സാസ് ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈപ്പും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേസർ പേ അതുപോലെ പേമെറ്റിക്സ് ഇതൊക്കെ വെച്ചിട്ട് തന്നെ ഒരു ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു പാർട്ണർഷിപ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആക്ച്വലി. പിന്നെ വരുന്നത് ഹൈലി കസ്റ്റമൈസബിൾ ആണ്. അതിന്റെ വലിയൊരു പോസിറ്റീവ് ഫാക്ടറായിട്ട് പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടേക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ സബ്സ്ക്രിപ്ഷൻ ബില്ലിംഗ്, അതായത് നിങ്ങൾക്ക് ഒരു മന്ത്ലി ഡിഡക്ട് ചെയ്ത ഒരു സബ്സ്ക്രിപ്ഷൻ ബില്ലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്പ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യാനായിട്ട്. നെഗറ്റീവായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈപ്പ് ഇന്ത്യക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാർട്ണർ പ്ലാറ്റ്ഫോംസ് ആയിട്ടാണ് ഇത് കുറച്ചും കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ആ പാർട്ണർ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും കുറച്ചും കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സുഖം. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ആരൊക്കെയായിട്ടാണ് അവർ ഇന്റഗ്രേറ്റ് ചെയ്ത് പാർട്ണർഷിപ്പ് ചെയ്ത് ചെയ്യുന്ന ആ കമ്പനീസ് ആയിട്ട് നിങ്ങൾ പാരന്റ് കമ്പനീസ് ആയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസിലി നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇപ്പൊ നിങ്ങളൊരു ആപ്പ് ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ ബേസിലാണ് നിങ്ങളുടെ ചാർജസ് ഒക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്പ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആറാമത്തെ എന്ന് പറയുന്നത് പേയണിയർ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് ആക്ച്വലി നിങ്ങളൊരു B2B ബിസിനസ്, B2B പേയ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, ഒരു ഫ്രീലാൻസർ ആണ്, ഒരു ഏജൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയണിയർ ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ GCC ബിസിനസിന്റെ എല്ലാ ഇന്ത്യൻ ഫ്രീലാൻസേഴ്സ് ഒക്കെ ആയിട്ടും വെൻഡേഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു GCC ബിസിനസ്സിലാണ് നിങ്ങളുള്ളത്, നിങ്ങൾ ഒരു UAE കൺട്രിയിൽ ഏതെങ്കിലും ആണ് ഉള്ളത്, നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഒരു ഫ്രീലാൻസർ ആയിട്ടോ ഏജൻസി ആയിട്ട് നിങ്ങൾക്ക് ടൈപ്സ് ഉണ്ട്, അവരെ കൊണ്ട് നിങ്ങൾ വർക്ക് ഒക്കെ ചെയ്ത് കൊടുപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ്സ് ഒക്കെ നാട്ടിലേക്ക് അയക്കാനായിട്ട് ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് ഈസിലി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിന്റെ ഒരു അടുത്ത പോസിറ്റീവ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് പേയ്മെന്റ്സ് US ഡോളറിലോ അല്ലെങ്കിൽ AED ഏതിലാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ തന്നെ എടുക്കാനായിട്ട് പറ്റും. ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. മൾട്ടി കറൻസി സപ്പോർട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇനി നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ, അതായത് പേയണിയറിന്റെ നെഗറ്റീവ്സിലേക്ക് നമ്മൾ വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ട്രാൻസ്ഫർ ടൈം കുറച്ച് ലോങ് ആയിട്ട് എടുക്കുന്നതായിട്ട് പറയാറുണ്ട്. അതായത് ഒരു യൂഷ്വലി 24 ഹവേഴ്സിന്റെ അപ്പുറത്തേക്ക്, അതായത് ഒരു 1 to 3 ഡേയ്സ് ഒക്കെയാണ് അവർക്ക് ഒരു ട്രാൻസ്ഫർ ടൈം എടുക്കുന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് മൈൻഡിൽ കൺസിഡർ ചെയ്യണം. നിങ്ങൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി നിങ്ങൾ മൈൻഡിൽ ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു അപ്വർക്ക്, ഫൈവർ അതുപോലെ തന്നെ B2B പേയ്മെന്റ് ചെയ്യാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പേയണിയർ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇനി ഇതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും പേയ്മെന്റ് ഗേറ്റ്വേസ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുന്നത്. ബാക്കി ഈ കമന്റ് വായിച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് നോക്കുന്ന ആളുകൾക്ക്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ ഞാൻ വിട്ടുപോയിരിക്കുന്ന എന്തെങ്കിലും മിസ്സിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ആഡ് ചെയ്യുവാണെങ്കിൽ അത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ അറിയണം, ഇപ്പൊ പറഞ്ഞ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസിന്റെ കുറച്ചും കൂടി കാര്യങ്ങൾ എന്തെങ്കിലും ഇൻ ഡീറ്റെയിൽ അറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല, കവർ ചെയ്തിട്ടില്ല, ആൻസർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുക അല്ലെങ്കിൽ ചോദിക്കുക. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പിൻ ചെയ്യാനായിട്ട് പറ്റില്ല, ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തിട്ട് നല്ല വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാനത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വേറെ എന്തെങ്കിലും യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ട്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളോട് പറയാം. ഞങ്ങൾ എന്തായാലും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.